അതെ, കാലിലെ മുറിവ് ഉണങ്ങിയായിരുന്നു കേട്ടോ. അല്ല, അന്ന് ടാക്കീസി വെച്ച് ചോദിച്ചില്ലായിരുന്നോ മുറിവ് ഭേദായോന്ന്? ഓണപരീക്ഷയുടെ ജോബത്തിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉത്തരവെഴുന്നാളെ ഞാൻ ആദ്യമായിട്ട് കാണും. മേരി, എന്താ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? ടീച്ചർ നോക്കുന്നു. ജോസെ, എന്നാ മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? റഷ്യൻ വിപ്ലവം, ഉപ്പ് സത്യാഗ്രഹ, ജാലിയൻവാല ബാഗ്. ഡൊമിനിക്കിനോട് ചോദിക്കി. ഡൊമിനിക്ക്, മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപത്തിന് പകരം ഞാൻ അവൾക്ക് കൊടുത്തത് പ്രണയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ കലാപങ്ങളായിരുന്നു. പത്താം തരത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാനും മേരിയും ജയിച്ചു, കത്രീന തോറ്റു. ജോസ് ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ തിരുത്തപ്പെടാത്ത റെക്കോർഡ് തോൽവി സ്വന്തമാക്കി. ആ റെക്കോർഡിൻ്റെ തിളക്കവുമായി ജോസ് ഗൾഫ് ലക്ഷ്യമാക്കി ബോംബെക്ക് നാടുവിട്ടു. അധികം വൈകാതെ മേരിയെ പോസ്റ്റ്മാൻ ജോർജ് കുട്ടിക്ക് കെട്ടിച്ചു കൊടുത്തു. ഞാൻ കോളേജിൽ ചേരാനുള്ള അപേക്ഷയും കൊടുത്ത് ടൈപ്പ് റൈറ്റിങ്ങിനും ഷോർട്ട് ഹാൻഡിനും ചേർന്നു. കത്രീന അടുത്ത കൊല്ലത്തെ പരീക്ഷയ്ക്കായി കാത്തിരുന്നു. എന്താ മാത്തച്ച, ഇതുവരെ തീർന്നില്ലേ? ഓ, തീർന്നു കൊച്ചേ. മുതലാളിയില്ലേ? ഇല്ല, അപ്പം കൊച്ചു വരെ പോയേക്കുവാ. മോളെ, മതി കളിച്ചത്. കളിക്കല്ലേ മോളെ? കേറി വാ. ഇന്നലത്തെ കളക്ഷനാ. അപ്പനെ മഴ ആയതുകൊണ്ട് കൊണ്ടുതരാൻ പറ്റില്ല. വാ മോളെ അകത്തേക്ക്. ഞാൻ എത്ര നേരമായി പറയുന്നേ. സാരമില്ല, ഓൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. എന്നാത്ര എന്നെ കാണണമെന്ന് പറഞ്ഞേച്ചേ? ഡൊമിനിക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? കാര്യം പറ. ഡൊമിനിക്ക് ഒന്ന് വിറ്റ് തരാവോ? സ്വർണ്ണമല്ലയോ ഇത്? അമ്മച്ചിയുടെ ആകെയുള്ളൊരു സമ്പാദ്യമായിരുന്നു. ഇപ്പൊ അപ്പച്ചനെ വെല്ലൂര് കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഡൊമിനിക്ക് ഇതാ തട്ടാങ്കൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് വിറ്റ് തരണം. പുള്ളിക്കാരനും ഞങ്ങളും തമ്മിലൊരു അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള പിണക്കത്തിലാണ്. അല്ലെങ്കിൽ അമ്മച്ചി നേരിട്ട് പോയനെ. ഡൊമിനിക്കിന് ബുദ്ധിമുട്ടാണേ വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. താ താ.
എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരുത്തനാ പൗലോ. പക്ഷേ മകൻ ഇങ്ങനെ ഒരു എന്നതാ ഞാനിപ്പോ പറയണ്ടേ? നാരായണപിള്ളേ, ഇവൻ കട്ടൂന്ന് ഏറ്റ സ്ഥിതിക്ക് കേസും ബുക്കാറും ഒന്നും വേണ്ട. ഒന്നുമല്ലേലും ഞാൻ ആ പൗലോയുടെ മുഖം ഓർക്കണമല്ലോ. വിട്ടേക്ക്. ശരി സാറേ, വാടോ. അപ്പ ഞാൻ കട്ടിട്ടില്ലപ്പ. ഞാനങ്ങനെ സമ്മതിക്കണായിരുന്നു. ഞാനങ്ങനെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അപ്പ എന്നോട് ഓർക്കണം. അപ്പ എന്നോടൊന്നും തോന്നരുത്. ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതിനെല്ലാം എനിക്ക് മാപ്പ് തരണം. എന്നോട് ഇത്ര ഇഷ്ടമുള്ള ഒരാളെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ വയ്യ. നീ എന്നെ വേണ്ടാന്ന് വെച്ചേച്ച് ആ ഡൊമിനിക്കുമായിട്ട് കൂട്ടുകൂടിയപ്പം ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ കത്രീന? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ അവനെ കാണാറ് പോലുമില്ല. സത്യം പറഞ്ഞ എനിക്കിപ്പോ അവനെ കാണുന്നത് തന്നെ പേടിയാ. എന്നാ വേണം? എനിക്ക് കത്രീനോടൊന്ന് സംസാരിക്കണം. പറ്റത്തില്ലെങ്കിലോ? മാറി നിന്നോ, അല്ലെങ്കിൽ തലടിച്ച് ഞാൻ പൊട്ടിക്കും. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെ. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ നിന്നെ തന്നെ കത്രീന. നീ കാരണം ഞാൻ കള്ളനെ. നിന്നോടുള്ള ഇഷ്ടം എന്നെ കള്ളനാക്കിയത്. നീ തകർത്തളഞ്ഞ എൻ്റെ സന്തോഷങ്ങളൊക്കെ. എൻ്റെ അപ്പൻ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും വന്നതല്ല ഞാൻ. ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്നുകൂടി കാണണമെന്ന് തോന്നി. ഇനി ഒരിക്കലും കാണല്ലേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പോയേക്കുവാ. കറിയാച്ചന്റെ പെണ്ണുമ്പിളിക്ക് അസുഖം കുറവുണ്ട്. കുറവുണ്ട്. ആസ്പത്രിയിൽ നിന്ന് വന്നല്ലോ. കണ്ടില്ലായിരുന്നു. ഇന്നൊന്ന് പോണം. മഴക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നനഞ്ഞ ശീലം നോക്കി ആ കല്ല ചവിട്ടി ചേർന്നു. ജോർജ് സാറിനെ ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്നും കാണാനില്ലല്ലോ.
മുണ്ടക്കയത്തേക്ക് മാറ്റം കിട്ടിയായിരുന്നു. ഓ അതാ കാണാത്ത. ഡോ മനുഷ്യ ഒന്ന് വേഗം വാ, അവിടെ കെട്ട് കഴിയാറായി കാണും. ശരിയപ്പോ പോയശം വരാം. പഴയ കാമുകന്റെ കല്യാണം കൂടെ അവളുടെ തിരക്ക്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീനയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. അതെ അതെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഓ